സഞ്ജയ് ചേച്ചി അത്യുഗ്രൻ, അപാരം. എനിക്ക് അതിനേക്കാൾ അപ്പുറം വേറെ വാക്കൊന്നും അറിയില്ല പറയാൻ. ശരിക്കും റൗണ്ടിന്റെ ശരിക്കുള്ളൊരു കൃത്യമായിട്ടത് ചെയ്തത് എനിക്ക് തോന്നുന്നു സഞ്ജയ് എന്ന് തോന്നുന്നു. പെർഫോമൻസ് വൈസ് കോമഡി ക്രിയേറ്റ് ചെയ്തതൊക്കെ വളരെ നല്ലതായിരുന്നു. അതിനകത്തൊന്നും എനിക്കൊരു അഭിപ്രായം പറയാനില്ല. പാടിയതിനകത്ത് കുറച്ച് പിന്നെ അത് കോമഡി ആയതുകൊണ്ട് പിന്നെ അത് സീരിയസ് ആയിട്ട് പറയുന്നില്ല. കുറച്ച് ശ്രുതി പോയിട്ടുണ്ട് അവിടെ. പിന്നെ സെക്കൻഡ് ചരണത്തിലെ ലിറിക്സ് വേറെ എന്തോ പാടിയെന്ന് തോന്നുന്നു, മറന്നു ഇടയ്ക്ക് അത് മറന്ന് എന്തോ ഒന്ന് പറ്റി. പിന്നെ ഒരു കവറി മാനേന് വേറെന്തോ പറഞ്ഞു. ലാസ്റ്റ് പല്ലവിയിൽ പാൽവടയും പൂമുഖത്തെ അതുമൊക്കെ എന്തൊക്കെയോ പോയി. എന്നാലും അതൊന്നും കണക്കിലെടുക്കുന്നില്ല. ആ കൂടെ പെർഫോമൻസ് ഉഗ്രനായിരുന്നു. ഒന്നും എഴുതിയിട്ടില്ല, ആകെ തന്നെ എഴുതിയിട്ടുള്ളൂ. സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല, അങ്ങ് നോയിക്കൊണ്ടിരിക്കാൻ തോന്നി. സഞ്ജയ് ഇവിടെ വന്ന് പടക്കം പൊട്ടിച്ചു ഇത്തവണ. വേണമെങ്കിൽ നെക്സ്റ്റ് ടൈം ഇവിടെ വന്ന് ബോംബും പൊട്ടിച്ചോ, കുഴപ്പമില്ല. ജീവനിൽ കൊതിയില്ലേ? അല്ല, ഈ പെർഫോമൻസ് കണ്ടിട്ട് മരിച്ചാലും മതി, കുഴപ്പമില്ല. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, അടുത്ത തവണ വന്നിട്ട് ഇവിടുന്ന് ബോംബ് പൊട്ടിച്ചാലും പ്രശ്നമില്ലെന്ന്. സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു സാർ. മോൻ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അത് ഈ വർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം എക്സാക്ട് കറക്റ്റ് ടൈമിൽ പ്ലാൻഡ് ആയിരുന്നോ സാർ? ഒട്ടുമില്ല. കാരണം ഇതിന് പുറകിൽ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. പിന്നെ സെറ്റ് വർക്കിന് ഇതൊക്കെ പെട്ടെന്നാണ് ചെയ്തു തന്നത് ഉണ്ണിച്ചേട്ടന്. പിന്നെ നമ്മുടെ സൈക്കിള് റെഡിയാക്കി തന്നത് ഇന്ന് രാവിലെ ഇപ്പോൾ കൊണ്ടു തന്നേ ഉള്ളൂ, ജോഷുവ, ആൻ്റണിയുടെ ബ്രദർ. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ രാജേശ്വരി, പിന്നെ എൻ്റെ ചേച്ചിയാണ് ശരിക്കും ഈ പാട്ട് സെലക്ട് ചെയ്തതും ഇത്രയും ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞത്. അതിനകത്ത് ഏറ്റവും എന്ന് പറയുന്ന ഈ ആബിദും ആ കുട്ടിയൊക്കെ ഇറങ്ങി വന്നതൊക്കെ ടൈമിംഗ് പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഒട്ടും നോക്കിയിട്ടില്ലായിരുന്നു. എല്ലാവരും, ആബിദ്, രാകേഷ് എല്ലാവരും ഇവിടെ വന്നിട്ട് ഇപ്പം ചെയ്താണ്. ഒന്നും നോക്കിയിട്ടില്ല. കാരണം ഇവർക്ക് കോറസ് പാടാനുള്ള അതുമില്ല. ഞാൻ വിളിച്ചിട്ടും അവർക്കിപ്പോൾ മറ്റേ കോറസും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പം ഇവിടെ കയറിയപ്പോഴിപ്പോൾ പറഞ്ഞു കൊടുത്തത്. പാട്ട് പോലും അവർ കേട്ടില്ല. എൻട്രി ക്യൂ കൊടുത്തിരുന്നോ? എൻട്രി വരാൻ ചെയ്യാനുള്ള ക്യൂ അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ലാസ്റ്റ് വിളിക്കുമ്പോൾ വരണം എന്നുള്ള മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് എപ്പോഴാണെന്നും ഒന്നും പറഞ്ഞില്ല. എല്ലാവരും അസലായിട്ട് ചെയ്തു കേട്ടോ, നന്നായിരുന്നു. പാടിയതും ആ ഒരു സ്റ്റൈലാണല്ലോ, ആ ഒരു സ്റ്റൈൽ ആയതുകൊണ്ട് സഞ്ജയ് രക്ഷപ്പെട്ടു. താങ്ക് യു സാർ. പല്ല് പോയതാണോ? മഷി തേച്ച കരി തേച്ചാണോ? കൺമഷി അല്ല, കയ്യിലിരിപ്പ് അതാണല്ലോ. അതാണ് എനിക്ക് തോന്നിയത്. വയറിലെന്താ വീങ്ങിയിരിക്കുന്നത്, വലുതായിരിക്കുന്നു? ഡുണ്ണി ഡുണ്ണി. എന്തായാലും ഗംഭീരായി. താങ്ക് യു സാർ. ഗുഡ് ലക്ക്. അണ്ണേ സാർ. എങ്കയോ പോയിട്ടിങ്ക. താങ്ക് യു സാർ. രാജേശ്വരി അല്ലേ? വെരി ഗുഡ്. നന്നായിട്ട് കോംപ്ലിമെന്റ് സാർ. രാജേശ്വരി നമ്മുടെ 2 crore ആപ്പിൾ മെഗാസ്റ്റാർസിലെ ഫസ്റ്റ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് പോയ ആളാണ്. സർ ഫസ്റ്റ് പ്രൊമോ ആഡ് ചെയ്ത ഞാൻ. ഓ വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ്. താങ്ക് യു സർ. ഗുഡ്. വെരി നൈസ്. പിന്നെ എൻ്റെ ചേച്ചി ഉണ്ട്. ആ ചേച്ചിനെ വിളിച്ച എൻ്റെ ഞാൻ ഓർത്തേ സ്വന്തം ചേച്ചി. സ്വന്തം ചേച്ചി എന്ന് പറഞ്ഞാൽ ലവിന്റെ സൈൻ താഴ്ത്തി കിട്ടാം. ഓക്കെ മോനെ, അതെ, എനിക്ക് ടോട്ടലി നിങ്ങളുടെ പെർഫോമൻസ് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. പിന്നെ ഈ മീശ എവിടെ നിന്ന് വെച്ച്? രാജു മീശ മേടിച്ചതാണ്. ആ, അത് ഇവിടെ വന്നിട്ട് രാജുചേട്ടനും എബിച്ചേട്ടനും എല്ലാവരും കൂടി. അപ്പൊ ഇതൊരു ടീം വർക്കാണ്. എല്ലാവരും കാര്യം ചെയ്യാമോ? ഈ സഞ്ജയുടെ ഈ പെർഫോമൻസിന് ഒരു വളരെ ഒരു മൈൽ സ്റ്റോൺ എന്ന് തന്നെ പറയാം. ക്രിയേറ്റ് ചെയ്ത ആ സകല ടീം മെമ്പേഴ്സ് ഒന്ന് കയറാവോ സ്റ്റേജിൽ? എല്ലാവരും.
ഓക്കെ, അപ്പോൾ ജോഷു ഇല്ലല്ലേ? ജോഷുവ ക്ലാസ്സിൽ പോയി. എനിക്ക് സൈക്കിൾ കൊണ്ട് തന്നിട്ട് പെട്ടെന്ന് പോയതാ പാവം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മോൻ്റെ ഒരു വിജയത്തിന് വേണ്ടി, മോൻ്റെ ആ പെർഫോമൻസിന് വേണ്ടിയിട്ട് എന്തുമാത്രം ആൾക്കാർ യുനോ സപ്പോർട്ടഡ് യു. താങ്ക് യു ഫോർ. എന്തായാലും ഇത് ഭയങ്കര സക്സസ് ആയിരുന്നു. ഇറ്റ് വാസ് വെരി ഗുഡ് ആൻഡ് വെരി വെൽ ഡൺ. ഇപ്പൊ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾക്ക് അധികം സമയം സാർ കിട്ടിയില്ല. ഒട്ടും ചെയ്തില്ല. ഇപ്പം എല്ലാം വന്ന് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാനിപ്പോൾ പറയുമായിരുന്നു ഇത്രയൊക്കെ ചെയ്തിട്ട് ഇനി എന്താണോ ഒന്നും. നമുക്ക് ഒരിക്കലും പ്രതീക്ഷ പാടില്ല ഇൻ എനിത്തിങ്. ദൈവം തരുന്ന അങ്ങോട്ട് എടുക്കുക, അത്രയാണ്. ബട്ട് ഐ ടെൽ യു, താങ്ക് യു എവറിബഡി. നിങ്ങളുടെ ആ ഒരു യൂണിറ്റിയും എസ്പെഷ്യലി കണ്ടസ്റ്റൻസ്, നമ്മുടെ അഞ്ജു, ഷിക്ക, നേഹ, ആബിദ്, രാകേഷ്, സിയ, and of course people who work behind, ഇവരെല്ലാവരും thank you very much. It's nice to see support. Okay, ഇനി സഞ്ജയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത്. ഞാൻ നേരത്തെ തൊലിക്കട്ടി എന്ന് പറഞ്ഞില്ലേ, അതായത് ഇത് തൊലിക്കട്ടിയല്ല, ഇത് ഇറ്റ് ഈസ് യുവർ സ്ട്രെങ്ത് ടു വിൻ ഫ്രണ്ട്സ്. താങ്ക് യു സാർ. മോൻ എല്ലാവരെയും സഹായിച്ചുകൊണ്ട് എവറിബഡി ഈസ് വിത്ത് യു. സോ ദാറ്റ്സ് എ വെരി ഗുഡ് ലെസൺ ഹിയർ. താങ്ക് യു സാർ. ആൻഡ് ഓൺ ദ ഹോൾ വെരി പ്രൗഡ് ഓഫ് യു. കേട്ടാ? താങ്ക് യു സാർ. ഓക്കെ സഞ്ജയ്, കണ്ണാടി ഒന്ന് മാറ്റാവോ? ഇത്ര നേരം മറ്റേ ഇപ്പൊ എന്താണ് ബെഡ്ഫോർഡ് ലോറി പോലെ ഇരിക്കുന്നു. പഴയ ബെഡ്ഫോർഡ് ലോറി കണ്ടിട്ടുണ്ട്. കൊള്ളാം. പിന്നെ എൻ്റെ അമ്മയാണ് കോസ്റ്റ്യൂംസ് ഒക്കെ ആഹാ, വെരി ഗുഡ്. പോയി മേടിച്ചത്. എല്ലാം അമ്മയുണ്ട് ഇതിൻ്റെ അതല്ലേ? അച്ഛൻ പോസ്റ്റേഴ്സ് ഒക്കെ ആഹാ, ഫാമിലി അഫെയർ ആണ് അപ്പൊ ഇത്. വെരി ഗുഡ്. ആക്ച്വലി മുണ്ട് ചേച്ചി വന്നപ്പോഴത്തേക്ക് ഐ വാസ് വണ്ടറിങ്, നല്ല പരിചയമുള്ള ലേഡി ആണല്ലോ എന്ന് ആലോചിച്ച്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഹിറ്റ് മീ ദാറ്റ് ഇറ്റ് വാസ് യുവർ സിസ്റ്റർ. വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. All of you can get off the stage now. സഞ്ജയ് മാത്രം ഒന്ന് ഗ്രില്ലിംഗ് സെഷൻ